ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർണായക ഉത്തരവ് ഇന്ന് ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരും. SMS വഴിയുള്ള തട്ടിപ്പുകൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം. SMS വഴി ലിങ്കുകൾ അയക്കുന്നത് തടയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നു. വാണിജ്യ സ്ഥാപനങ്ങൾ ഉപയോക്താക്കൾക്ക് അയക്കുന്ന SMSകൾക്ക് മുൻകൂറായി വൈറ്റ് ലിസ്റ്റഡ് അംഗീകാരം നിർബന്ധമാണ്. അത്തരം ലിങ്കുകൾ മാത്രമേ ഇനി ഉപയോഗിക്കാൻ പാടുള്ളൂ. വാണിജ്യ സന്ദേശങ്ങൾ അയക്കുന്ന സ്ഥാപനങ്ങൾ ഉപയോക്താക്കൾക്ക് അവർ അയക്കുന്ന ലിങ്കുകൾ ഏതൊക്കെയാണെന്ന് മുൻകൂറായി ടെലികോം കമ്പനികളുടെ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് DLD പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇതിനെയാണ് വൈറ്റ് ലിസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. വൈറ്റ് ലിസ്റ്റ് ചെയ്യാത്തവ ഇനി ഉപയോക്താക്കളിലേക്ക് എത്തില്ല. DLD പ്ലാറ്റ്ഫോമിൽ നൽകിയിട്ടില്ലാത്ത ലിങ്കുകൾ ഉൾപ്പെട്ട SMSകൾ ബ്ലോക്ക് ആകും. തട്ടിപ്പു സംഘങ്ങൾ ദുരൂഹമായ ലിങ്കുകൾ അയക്കുന്നത് തടയാനാണ് ഇത്തരം നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബർ 1 മുതൽ നടപ്പാക്കാനായിരുന്നു ചട്ടം. ബാങ്കുകൾ, ടെലികോം കമ്പനികൾ അടക്കമുള്ളവയുടെ ആവശ്യം പരിഗണിച്ചാണ് നീട്ടിവെച്ചത്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ ഇത് നടപ്പിലാക്കിയാൽ OTPകൾ, വൺ ടൈം പാസ്വേഡ് അടക്കം എത്തുന്നത് തടസ്സപ്പെടുമെന്നും സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെബ്സൈറ്റ്, APK ആപ്പുകൾ, OTT ലിങ്കുകൾ എന്നിവയ്ക്കെല്ലാം പുതിയ നിർദ്ദേശം ബാധകമാണ്. 3000-ലധികം സ്ഥാപനങ്ങൾ 70,000-ലധികം ലിങ്കുകൾ ഇതിനകം വൈറ്റ് ലിസ്റ്റ് ചെയ്തതായി ട്രായ് അറിയിച്ചു. ഒക്ടോബർ 1 മുൻപായി അപ്ലോഡ് ചെയ്യാത്ത ലിങ്കുകൾ SMS ആയി അയക്കുവാൻ അനുവദിക്കില്ല. ഇന്ത്യ പ്രതിദിനം 1.5 മുതൽ 1.7 ബില്യൺ വാണിജ്യ SMS സന്ദേശങ്ങളാണ് പ്രോസസ് ചെയ്യുന്നത്. ബാങ്കുകളും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ പലതും ഡൈനാമിക് URLകളെ ആശ്രയിക്കുന്നവയാണ്. എന്നിരുന്നാലും അയച്ചയാളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന URLകളുടെ സ്റ്റാറ്റിക് ഭാഗം മാത്രമേ വൈറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടതുള്ളൂവെന്നും ട്രായ് വ്യക്തമാക്കുന്നു. ഡൈനാമിക് ലിങ്കുകളുടെ സങ്കീർണതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇത് ലഘൂകരിക്കും. വൈറ്റ് ലിസ്റ്റിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിൽ ടെലികോം ഓപ്പറേറ്റർമാരും ആശങ്ക നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് ഹ്രസ്വ URLകൾക്കും ഡൈനാമിക് ലിങ്കുകൾക്കും. എന്നിരുന്നാലും ട്രായ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയുമായി ഏകോപിപ്പിക്കാനുള്ള നടപടികളും ചെയ്തിട്ടുണ്ട്.